Picasa എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ട്രാവൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ശരിക്കും ഒരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പുതിയ വ്ളോഗിനും അങ്ങനെയുള്ള പല പരിപാടിക്കും വേണ്ടി അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അതിന്റെ അൺബോക്സിംഗ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ശരിക്കും വന്നേക്കുന്നത്. ഇത് സോണിയുടെ A7C എന്ന് പറയുന്നൊരു ക്യാമറയാണ്. ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വർഷമായി ഇത് ലോഞ്ച് ചെയ്തിട്ട്. ഇത് ശരിക്കും ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അതായത് സാധാരണ ഫുൾ ഫ്രെയിം ക്യാമറകൾ വളരെ വലുതാണ്. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കും ഈ ട്രാവൽ വ്ളോഗേഴ്സിനും അല്ലെ അങ്ങനെ പോർട്ടബിൾ ആയിട്ട് ക്യാമറ കൊണ്ട് നടക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി സോണി ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു ക്യാമറയാണ്. നമുക്ക് എന്തായാലും അതിന്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. ക്യാമറ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വന്നിരിക്കുന്നത്. വളരെ പോർട്ടബിൾ ആയിട്ടൊരു പാക്കേജാണ്. ഇവിടെ നമുക്ക് ഓപ്ഷണൽ ആക്സസറീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ക്യാമറ, ഇത് കിറ്റ് ലെൻസോട് ഉൾപ്പെടെയുള്ള ക്യാമറയാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്യാമറകളുടെ ഡിമാൻഡ് കാരണം ഞങ്ങൾക്ക് ബോഡി മാത്രമായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കിറ്റ് ലെൻസോട് ഉൾപ്പെടെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് കാണാം, ഫുൾ ഫ്രെയിം എന്നൊക്കെ എഴുതിയേക്കുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ കൂടെ വരുന്ന ലെൻസ് എന്ന് പറയുന്നത് സോണിയുടെ ഫുൾ ഫ്രെയിമിൻ്റെ 28-60mm f4 to 5.6 aperture ഉള്ള ഒരു ക്യാമറ, ഒരു ലെൻസാണ് വരുന്നത്. പിന്നെ ഇവിടെ ബാക്കി അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 24 മെഗാപിക്സലാണ്. ISO 100 മുതൽ 51200 വരെ ISO നമുക്ക് കൂട്ടാൻ സാധിക്കും. അതായത് ഇന്ന സെക്കൻഡ് 10 ഫ്രെയിംസ് വരെ ഇതിന് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ ഫേസ് ഡിറ്റക്ഷനും പിന്നെ അതുപോലെ റിയൽ ടൈം ഓട്ടോ ഫോക്കസ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇതിനകത്ത് തന്നെ ഇമേജ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സ്റ്റഡി ഷോട്ട് എന്ന് പറയുന്ന 5 ആക്സിസ് സ്റ്റഡി ഷോട്ട് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതുപോലെ റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്, മൈക്രോഫോൺ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള ജാക്സും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബോക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്നാണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴേ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതങ്ങോട്ട് ഓപ്പൺ ആക്കുമ്പോൾ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ മാനുവലും പിന്നെ അതുപോലെ വാറണ്ടി പേപ്പേഴ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. കുറേ പേപ്പർ വർക്ക്സ് ആണ് ഈ കാണുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഈ സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വലത്തെ സൈഡിലായിട്ട് സോണിയുടെ സ്ട്രാപ്പ് കാണാൻ പറ്റും, ക്യാമറയിൽ നമ്മൾ ഘടിപ്പിക്കുന്ന സ്ട്രാപ്പ്. അതുപോലെ ഇത് നമ്മളുടെ പ്ലഗ് ചാർജ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും അഡാപ്റ്റർ ചാർജ് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ് അല്ല വരുന്നത്. ഇത് കേബിൾ വെച്ച് ക്യാമറ ചാർജ് ചെയ്യുന്ന പോലെയാണ്, ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ. അതുപോലെ ഈ കാണുന്നത് ഇവിടുത്തെ ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി സോണിയുടെ ഏറ്റവും പുതിയ Z സീരീസിലുള്ള ബാറ്ററിയാണ് ഇവിടെ കാണാം. ഇത് ഭയങ്കര കാപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. ഇത് ഒത്തിരി മണിക്കൂറോളം നമുക്ക് റെക്കോർഡിങ്ങും ഒക്കെ സാധ്യമാവുന്ന ഒരു ബാറ്ററിയാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഇതിന് നമുക്ക് സ്പെയർ വാങ്ങിക്കണമെങ്കിൽ. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളുടെ കിറ്റ് ലെൻസ് ആണ് ഈ കാണുന്നത്. അത് ഇതുപോലൊരു ചെറിയ പാക്കേജിൽ അവർ ഈ മൗണ്ട് എന്നൊക്കെ ഇവിടെ എഴുതിയേക്കുന്നത് കാണാം. ഇതാണ് കിറ്റ് ലെൻസ്. ഇത് ലെൻസിൻ്റെ ക്യാപ്പ്. ഇതാണ് നമ്മളുടെ ലെൻസ്. ലെൻസ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയും ഉള്ളത് ക്യാമറയാണ്, നമ്മളുടെ മെയിൻ സാധനം. അത് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മളുടെ ക്യാമറ. ഇത് കണ്ടോ എന്ത് പോർട്ടബിളാണെന്ന് നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് നമുക്ക് കണ്ടാൽ തോന്നത്തേയില്ല. ഇവിടെ നമ്മുടെ ലെൻസിൻ്റെ മൗണ്ട് ഉണ്ട്. അതുപോലെ ഞങ്ങൾ ചൂസ് ചെയ്ത കളറാണിത്. സിൽവർ ആൻഡ് ബ്ലാക്ക് കോംബോ ഉള്ളൊരു കളർ നമ്മൾ ചൂസ് ചെയ്തതാണ്. ബിക്കോസ് ബ്ലാക്ക് മാത്രമുള്ളത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാകുമ്പോൾ ഒരു ഇച്ചിരി റെട്രോ ലുക്ക് ഉണ്ടെന്നൊക്കെ കരുതി ഞങ്ങൾ സിൽവർ ആൻഡ് ബ്ലാക്ക് കൂടെ ഉള്ളതാണ് ചൂസ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ. ഇവിടെ ഒരു വ്യൂ ഫൈൻഡർ ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വളരെയധികം സഹായപ്രദമാവും. അതുപോലെ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാനാണെങ്കിലും ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റും. സോണിയുടെ ബാഡ്ജിങ് ഉണ്ട്, മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മോഡ്സ് സെലക്ട് ചെയ്യുന്നതും ഷട്ടർ ബട്ടണും റെക്കോർഡ് ബട്ടണും ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് എഴുതിയേക്കുന്നത് കാണാം, സ്റ്റഡി ഷോട്ട് ഇൻസൈഡ് 4K എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ
ക്യാമറയുടെ സെറ്റപ്പ് വരുന്നത്. ഇനിയും നമുക്കിത് ബാറ്ററിയൊക്കെ ഇട്ട് പയ്യെ സ്റ്റാർട്ടാക്കി ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടി വാങ്ങിച്ച മെമ്മറി കാർഡ്. സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞുകൊണ്ടൊരു മെമ്മറി കാർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം അതിനകത്ത് ബാറ്ററി ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ഞങ്ങളത് കുറച്ച് നേരം ചാർജ് ചെയ്യാനൊന്ന് വെച്ചു. വന്നപ്പം ചാർജൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇനിയും നമുക്ക് ടേൺ ഓൺ ചെയ്യാം. ഇതാണിപ്പം ക്യാമറ. ഇതിൻ്റെ ലെൻസ് ഇപ്പം ഞാൻ അങ്ങോട്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പോർട്ടബിളായിട്ടൊരു ലെൻസാണ് ഇതിന് കിറ്റ് ലെൻസായിട്ട് വരുന്നത്. ഇത് ഒരു അഡ്വർടൈസ് ചെയ്ത് തന്നെ ഒരു ചെറിയ ക്യാമറ എന്നുള്ള രീതിയിലായതുകൊണ്ട് അതിനത്രയും പോർട്ടബിളായിട്ടൊരു കിറ്റ് ലെൻസാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഫങ്ഷനിങ് ആവാൻ വേണ്ടി നമ്മളിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വിടണം, എന്നാലേ ഇത് ശരിക്കും ഫങ്ഷനിങ് ആവത്തുള്ളൂ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പിക്ചറൊന്നും ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നമുക്കിങ്ങനെ റിട്രാക്ട് ചെയ്ത് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് വീഡിയോ ഇപ്പോൾ എനിക്കിത് ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് വളരെയധികം സൗകര്യത്തോടെ എടുക്കാനൊക്കെ പറ്റും. ടിൽറ്റും ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഉയരത്തിലൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് താഴോട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടുകൊണ്ട് തന്നെ എടുക്കാനൊക്കെ പറ്റും. അപ്പം വീഡിയോഗ്രാഫിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്യാമറയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കുറേ അതിൻ്റെ ഫങ്ഷൻസൊക്കെ നോക്കി. കുറേ അങ്ങോട്ട് നമുക്ക് ഒത്തിരി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ റിവ്യൂവും അതുപോലെ ഇതിനകത്തു നിന്നുള്ള കുറേ നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇതിനകത്തെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.